അവിടുന്ന് ഇറങ്ങിയാണ് പോകുന്നത്. ആ കുട്ടികൾ പോകുന്നുണ്ട്. അവിടെ ചെറിയൊരു കോവിലൂരൊക്കെ കാണുന്നതാണ്. അടിപൊളി കാഴ്ചയാണിത്. നമ്മുടെ യാത്രാ ബോട്ടിലൊക്കെ പോകുന്നു. അവിടെ ഒരു ശിഖര വെള്ളം വരുന്നു. ഒരു ശിഖര വെള്ളം അവിടെ കിടക്കുന്നു. 2 കൊച്ചു കുഞ്ഞുങ്ങൾ അതൊരു യാത്ര ചെയ്യുന്നു. ചെറിയൊരു കോവിൽ, ഒരു വള്ളം, അകലെ കാണുന്ന പാടങ്ങൾ, നല്ല പഴുത്ത് കിടക്കുന്ന പാടങ്ങൾ. എന്ന രസമെന്ന് പോലും. ഒരു ഫാമിലിയാണ്. ഇതൊരു എന്താണ് സംഭവം, ഫാമിലി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഞാൻ ഒരു പുള്ളിക്കാരൻ്റെ തോളത്ത് പരന്നിരിക്കുന്നുണ്ടോ, അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ശിക്കാര വെള്ളം അതിലൂടെ വെള്ളത്തിൽ പോകും. ഇവിടെ നാട്ടുകാരൊക്കെ ഇത് പാത്രമെല്ലാം കഴിയുമ്പോൾ കാര്യം. പിന്നെ ഇത് കണ്ടോ, വെള്ളത്തിൽ പണിക്ക് പോയിട്ട് തിരിച്ച് വന്ന വെള്ളം ഒരുക്കുകയാണ്. അതോ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരാളെ ഇവിടെ കാണാം. കക്കയാണ്, കക്ക വായിക്കൊണ്ട് വന്നത് കേട്ടോ. അതോട് ചേർന്ന് അടുത്തടുത്ത് ചെറിയ വീടുകൾ. ഒരു വലിയൊരു വീട് കാണാം. അതേപോലെ അടിപൊളി കാഴ്ചകളാണ്. അങ്ങോട്ട് നോക്കിയാൽ അടിപൊളി ഫ്രെയിമുകളാണ്. എന്താണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ KSRTC ബസ്സുകൾ പോകുമ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഗതാഗത സൗകര്യത്തിന് ഇത്തരം യാത്രാ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ചെഗുവേര ബോട്ട് കിട്ടി. ഈ ബോട്ടിൻ്റെ പേര് അങ്ങനെയാണ് കേട്ടോ, ചെഗുവേര ബോട്ട് കിട്ടി. തോളകളുടെയൊക്കെ ഇടയ്ക്കൂടെ ഒരു കാഴ്ചയാണ് രസം. വെള്ളം പോലെ പോകുന്നുണ്ടോ, വെള്ളം പോട്ട് പോകുന്നുണ്ട്. ചെറിയ ശിക്കാര ഹൗസ് ബോട്ട് എന്ന കാഴ്ച. അതിഗംഭീരമായൊരു ഹൗസ് ബോട്ട് ഇതാ വരുന്നു. ടൂറിസ്റ്റുകളായിട്ട് വരികയാണ്. ഒരു രക്ഷയില്ല. അത് അന്യായ ഒരു ഹൗസ് ബോട്ടുണ്ട് അല്ലേ. ഒരുപാട് ഹൗസ് ബോട്ടാണ് ഇവിടെ. ഇതേതാ ഈ സ്ഥലം? ഈ സ്ഥലം ഏതാണ്? നെഹ്റു ട്രോഫിയുടെ വള്ളംകളി ഇവിടെ നട്ടാ. ആ ബോട്ട് കിടക്കുന്ന ഭാഗത്തുനിന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഇവിടെ ആ ബോട്ടെല്ലാം ക്രോസ് കിടക്കുന്ന ആ ഭാഗത്തുനിന്നാണ് ഈ ബോട്ട് കെട്ടിയതാ നെഹ്റു ട്രോഫി. സോമൻ ചെട്ടി. ഓ, അത് ഇതായില്ലേ. അപ്പം ഇതാണ് സോമൻ ചെട്ടി എന്ന് പറയുന്നൊരു ചെട്ടി. അതായത് നമ്മളിപ്പം ആലപ്പുഴ ബോട്ട് കെട്ടി ചെല്ലുമ്പോഴേ ഈ ബോട്ടുകളുടെ സമയ വിവരങ്ങളൊക്കെ അറിയപ്പെടുമ്പോൾ അപ്പോൾ അവിടെ സോമൻ ചെട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ നിന്നാണ് സത്യത്തിൽ നെഹ്റു ട്രോഫിയുടെ നെഹ്റു ട്രോഫി വള്ളംകളി ബോട്ട് റേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഈ ഒരു പോർഷനിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇപ്പം നമ്മളിപ്പം കണ്ടാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്ക് അതറിയാൻ പറ്റാത്തത് അതിൻ്റെ വീതി തന്നെയാണ്. അപ്പോൾ വള്ളംകളിയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഹൗസ് ബോട്ടെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടാണ് കുറേയേറെ ദൂരത്തിൽ ഇങ്ങനെ ഹൗസ് ബോട്ട് കിടക്കുന്നതാണ്. ഇതെല്ലാം മാറ്റും. അപ്പോൾ ഇതെല്ലാം ട്രാക്കായിട്ട് തിരിക്കും. ഇവിടെ മൊത്തത്തിൽ എത്ര ഹൗസ് ബോട്ട് കാണും? ഓ, പല സ്ഥലത്തായിട്ട് കിടക്കുക. വള്ളാത്തുരുത്ത്, കൊമരകത്താണ് കൂടുതലും. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഷിക്കാരത പെരുക്കെ പോകുന്നുണ്ട് കേട്ടോ. വേണ്ട വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ടോ. സത്യത്തിൽ ഈ ബോട്ടുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. അങ്ങോട്ട് കാണാം ഇത്രയും ബോട്ടുകളാണ് കിടക്കുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റാണ്. അതിൻ്റെ പവലിയനാണ് നമ്മൾ
ഇതാണ്ട് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളെല്ലാം വരുമ്പം അവിടെ ആയിരിക്കും അവർ ഇരിക്കുക. അവിടെ വന്നിട്ടാണ്, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മാസ്റ്ററിലൊക്കെ ആദ്യം തുടങ്ങുന്നത് അല്ലേ? ഇതാണ് പൗലിൻ. പൗലിൻ്റെ ബാക്ക് സൈഡാണ്, ഇതിൻ്റെ ഫ്രണ്ട് അപ്പുറമാണ്. അതുവഴിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഹൗസ് ബോട്ടിൽ അവിടെ കിടക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പുറത്തൂടെ ആക്കിയത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വലിയൊരു പ്രതിമ നമുക്കിവിടെ കാണാം. കുറേയേറെ കായാക്കിങ് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ തൊട്ട് ഫ്രണ്ടിൽ കാണാൻ പറ്റും. വേറെ ഉൾനാടൻ ജലപാത അതോറിറ്റി അതിൻ്റെ ബിൽഡിങ്ങാണ്. ഇതാ ഒരു ശിക്കാര വെള്ളം വരുന്നുണ്ട്. എന്നാ സ്പീഡാടോ. അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്ത് നല്ല കളർഫുള്ളായി കിടക്കുകയാണ്. ഇവിടെ ഇറങ്ങണം കേട്ടോ. ഇവിടെ ഇറങ്ങല്ലേ? ആരുമല്ലാതായി പോയി.